വാർത്തയിൽ നിന്ന് ആരംഭിക്കുകയാണ് തലക്കെട്ടുകൾ. ഗവർണർ സർക്കാർ പോര് തുടരുന്നു. മിഠായി തെരുവിലൂടെ നടന്ന ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം. ഇന്നും SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. പാർലമെന്റിൽ പാർലമെന്റിൽ പ്രതിപക്ഷ MPമാരുടെ കൂട്ട സസ്പെൻഷൻ തുടരുന്നു. ഇന്ന് 49 പേർക്കെതിരെ നടപടി. സഭകളിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി. പാർലമെന്റ് അതിക്രമത്തെ ചിലർ പിന്തുണയ്ക്കുന്നതായി വിമർശനം. പ്രളയ ദുരിതത്തിൽ തെക്കൻ തമിഴ്നാട് ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. കേന്ദ്ര സഹായം തേടി സ്റ്റാലിൻ. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉടൻ തുറക്കില്ല. ഭൂചലനത്തിൽ ഞെട്ടി ചൈന. മരണസംഖ്യ ഉയരുന്നു. നിരവധി പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡിൽ കേസെടുത്തു. പോലീസ് നടപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കാർഡ് വ്യാപകമായി തയ്യാറാക്കിയതായി കണ്ടെത്തൽ. ശക്തമായ നടപടി വേണമെന്ന് കമ്മീഷൻ. കോവിഡ് ആശങ്ക അകലുന്നില്ല. സംസ്ഥാനത്ത് ഇന്നലെ 227 കേസുകൾ. ആരോഗ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു കേന്ദ്രം. IPL താരലേലം ഉടൻ ആരംഭിക്കും. പട്ടികയിൽ 333 താരങ്ങൾ. പ്രതീക്ഷയോടെ 10 മലയാളികൾ. ഉയർന്ന തുക ഗുജറാത്ത് ടൈറ്റൻസിന്. ജിയോ സിനിമയിൽ ലേലം തത്സമയം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഗവർണർ സർക്കാർ പോര് തുടരുന്നു. മിഠായി തെരുവിലൂടെ നടന്ന ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യമല്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളത്തിലെ ക്രമസമാധാനം ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഗവർണർക്ക് നേരെ പട്ടത്ത് വെച്ച് SFI പ്രവർത്തകർ കരികൊടിയും കാട്ടി. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസവും കൂടുതൽ മോശമാവുകയാണ്. പ്രോട്ടോകോൾ ലംഘിച്ചിട്ടുള്ള ഗവർണറുടെ യാത്രകളാണ് ഇപ്പോൾ സർക്കാരിന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും പോലീസിനും തലവേദനയാകുന്നത്. ആദ്യം SFIയുടെ പ്രതിഷേധം കഴിഞ്ഞ 11-ന് തിരുവനന്തപുരത്തുണ്ടായപ്പോൾ ഗവർണർ നടു റോഡിലിറങ്ങി, തെരുവിലിറങ്ങി SFI പ്രവർത്തകരെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ വിഷയമായി മാറിയിരുന്നു. ഇന്നലെ കോഴിക്കോടും സമാനമായ ഒരു പ്രകടനമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസില്ലാതെ തനിക്ക് യാത്ര ചെയ്യാൻ കഴിയും, തന്നെ ജനങ്ങൾ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് കോഴിക്കോട് ഗവർണർ തെരുവിലിറങ്ങി നടന്നത്. ഇത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി. ഈ സാധാരണ പ്രോട്ടോകോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോകോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു നടപടിയല്ല. നേരത്തെ മുൻകൂട്ടി അറിയിക്കുക, അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അതൊക്കെയാണ് സാധാരണയുള്ളത്. പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഗവർണർ ഒരു തരത്തിലും നിലപാടിന് പിന്നോട്ട് പോകില്ലെന്ന തീരുമാനത്തിലാണ് ഉള്ളത്. അദ്ദേഹം ശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിന്റെ വിമർശനങ്ങൾ ഇനിയും തുടരും. കൃത്യമായ നടപടികളിലേക്കും അദ്ദേഹം പോയി. ഇതിനിടെ ഇന്നലെ രാത്രി തലസ്ഥാനത്തെ ഗവർണർക്കെതിരെ പല സ്ഥലങ്ങളിലും SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു. 22 വരെ ഗവർണർക്ക് ഔദ്യോഗിക പരിപാടികളും തിരുവനന്തപുരത്തിലെങ്കിലും ഇന്ന് അദ്ദേഹം രാവിലെ 11 മണിയോടുകൂടി രാജ്ഭവനിൽ നിന്ന് പല്ല് ചികിത്സയ്ക്കായി തിരുവനന്തപുരം ഡെന്റൽ കോളേജിലേക്ക് പോയി. ഡെന്റൽ കോളേജിലേക്ക് പോകുമ്പോഴും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തനിക്ക് കാര്യമായ അസുഖങ്ങളൊന്നുമില്ലെന്ന് ഗവർണർ പ്രതികരിച്ചു. My health is good. Thank God. ഡെന്റൽ കോളേജിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള വഴിയിലായിരുന്നു ഗവർണർ ഇന്ന് പ്രതിഷേധ ചൂടറിഞ്ഞത്. SFI പ്രവർത്തകർ പട്ടം ജംഗ്ഷനിൽ വലിയ പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. ഒരു വേള പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ ചാടി പ്രതിഷേധിക്കാനും ശ്രമിച്ചു.
പോലീസ് വളരെ പണിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ മാറ്റിയത്. ഗവർണറുടെ എല്ലാ സഞ്ചാരപാതയും അതീവ രഹസ്യമായിരിക്കുമ്പോഴും ശക്തമായ പ്രതിഷേധം നേരിടുകയാണ് ഗവർണർ. വരും ദിവസങ്ങളിൽ അത് തുടരും. ഏതായാലും രാജ്ഭവനിൽ നിന്നും ചില നിർണായക നീക്കങ്ങളും ഈ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് കാലിക്കറ്റ് സർവകലാശാല VC-ക്കെതിരെ ഗവർണർ വലിയ അതൃപ്തിയിലാണ്. സർവകലാശാല ക്യാമ്പസ് തനിക്കെതിരെ ഉണ്ടായ പ്രതിഷേധം, ബാനർ, അതിനപ്പുറത്തേക്ക് സെമിനാറിൽ നിന്ന് VC വിട്ടുനിന്നതും ചാൻസലർ കൂടിയ ഗവർണറെ ചൊടിപ്പിക്കുന്നു. വൈകാതെ ഈ വിഷയത്തിൽ രാജ്ഭവൻ VC-യോട് വിശദീകരണം തേടും. അദ്ദേഹത്തിന് നടപടിക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം എല്ലാ ദിവസവും കേന്ദ്ര ഗവൺമെൻറ്റിനെ, രാഷ്ട്രപതിയെയും ഗവർണർ അറിയിക്കാറുണ്ട്. അതിനൊപ്പം സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി രൂക്ഷമെന്ന ഒരു വിഷയം ഗവർണറുടെ മുന്നിലുണ്ട്. മാത്രവുമല്ല, സംസ്ഥാനത്തെ ക്രമസമാധാനം തകരുന്നു, ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്നു എന്ന ആരോപണം ഗവർണർ വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം ഒരുപക്ഷെ ഗവർണർ രാഷ്ട്രപതി അറിയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഗുരുതരമായ രാഷ്ട്രീയ വിഷയമായി സംസ്ഥാനത്ത് മാറും. ഗവർണർ പരിണിതപ്രജ്ഞനെന്ന് സ്പീക്കർ AN ഷംസീർ. ഗവർണർ സർക്കാർ അവസാനിക്കുമെന്ന് ശുഭപ്രതീക്ഷയാണുള്ളത്. ഇനിയൊരു തെരുവ് യുദ്ധത്തിലേക്ക് പോകരുത്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിനും ഗവർണർക്കുമാകുമെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ഒരു ജനാധിപത്യ രാജ്യമാണ് കേരളം. ഇവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. വിദ്യാർത്ഥികൾക്കുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ളപ്പം ഉന്നത സ്ഥാനങ്ങളിരിക്കുന്നവർ പാലിക്കേണ്ട ഒരു ഡെക്കോറമുണ്ട്. ഇപ്പോൾ MLA നിലക്ക് ഞാൻ പ്രതികരിക്കുന്നത് പോലെ സ്പീക്കറായി എനിക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. കാരണം ഞാനൊരു ഡെക്കോറം കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിലേക്കാണ്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സ്ട്രീറ്റ് ഫൈറ്റിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അദ്ദേഹം തന്നെയാണ് ആലോചിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥികളും ഒരു ഗവർണർ പദവിയിലിരിക്കുന്ന മനുഷ്യരും തമ്മിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് നടത്തേണ്ട സ്ഥലമല്ല കേരളം. അതോടൊപ്പം തന്നെ പേഷ്യൻസ് കാണിച്ചവരെ എല്ലാത്തിലും വിജയിച്ചിട്ടുള്ളൂ. പേഷ്യൻസ് എല്ലാവരും കാണിക്കണം. അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷനിലേക്ക് പോകുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായമാണ്. സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കാത്തതിന് ഗവർണർ വിശദീകരണം തേടിയിട്ടില്ലെന്ന് കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് പങ്കെടുക്കാതിരിക്കുന്നതെന്നും VC പ്രതികരിച്ചു. അതേസമയം SFI ബാനർ അഴിച്ചുമാറ്റാത്തതിൽ VC-യോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഗവർണർക്കെതിരെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ബാനർ ഉയർന്നു. SFIയും DYFIയുമാണ് ബാനർ കെട്ടിയത്. ലോക്സഭയിൽ വീണ്ടും കൂട്ട സസ്പെൻഷൻ. പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച 49 പ്രതിപക്ഷ MPമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ലോക്സഭയിൽ നിന്ന് മാത്രം ഈ സമ്മേളനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട MPമാരുടെ എണ്ണം 95ആയി. രാജ്യസഭയിൽ 46 പേരാണ് സസ്പെൻഷനിലുള്ളത്. आप सबका निर्णय हर विषय पर चर्चा कराएंगे, लेकिन तख्तियां लेकर सदन नहीं चलेगा। मैं किसी भी माननीय सदस्य के खिलाफ कोई कार्रवाई नहीं करना चाहता, लेकिन सदन नियमों से चलेगा, प्रक्रिया से प्रकरण। ये क्या उचित है सदन में कि आसन तक नजदीक आप आ जाएं, आसन के ऊपर तक चल जाएं? ये आपके परंपरा या आपकी प्रॉपर्टियां है? इस तरीके से सदन चलाना चाहते हैं आप? ये मर्यादा है आपकी? माननीय सदस्यगण, मर्यादा बने रखें, विचारधारा के आधार पर अपनी बात कहें। असहमति व्यक्त करना, आलोचना करना सबका अधिकार है, लेकिन सदन नियमों, प्रक्रियाओं, व्यवस्था से चलता है। आप ये मर्यादा करना चाहते हैं? पूरा देश आपकी इन व्यवहार को देख रहा है। ये देश का सबसे स्वच्छ लोकतांत्रिक संस्था है। माननीय सदस्य, मैं आग्रह करता हूं, सदन की मर्यादा को बनाए रखें। आपने जिस तरीके से सदन की मर्यादाओं को तोड़ा है, ये उचित नहीं है। मैं किसी भी माननीय सदस्य के खिलाफ कोई कार्रवाई नहीं करना चाहता, लेकिन सदन व्यवस्थाओं से चलेगा, नियमों से चलेगा, परंपराओं से चलेगा।
फिर माननीय सदस्यों से आग्रह करता हूं, अंतिम चेतावनी दे रहा हूं सर माननीय सदस्यों को, फिर अंतिम चेतावनी दे रहा हूं माननीय सदस्यों को, सदन की कार्रवाई सर आप बोलना चाहते हैं जोशी जी? जिन लोगों ने ऐसे माफ करके माननीय प्रधानमंत्री जी का फोटो लाया है, ये बहुत ही खंडनार्ह है सर। आई स्ट्रांगली कंडेम दिस। जिन लोगों को जनता ने अभी जो चुनाव हुआ इसमें इनका जो स्थिति क्या है उनको पता चल गया है। इनको जनता ने पूरा सबक सिखाया है। ये तो हारने का जो डेस्परेशन है, ऐसे माननीय प्रधानमंत्री जी का, मोदी जी का ये फोटो मार्क करके ऐसे अपमान कर रहे हैं लोग। इसको രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, സഭയിൽ കൂടുതൽ സസ്പെൻഷനുകൾ സംഭവിക്കുന്നു. ഇന്നും ബഹളമയമായിരുന്നോ ഇരുസഭകളും? രഞ്ജിത്ത്, ഇരുസഭകളിലും ഇന്ന് ബഹളം തന്നെയായിരുന്നു, പ്രക്ഷുബ്ധമായിരുന്നു. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റ് അതിക്രമത്തിൽ മറുപടി പറയണം എന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ സഭ പലതവണ തടസ്സപ്പെട്ടു. തുടർന്ന് 12:30-ക്ക് വീണ്ടും സഭ സമ്മേളിച്ച ഉടനെയാണ് ലോക്സഭയിൽ അംഗങ്ങൾക്കെതിരെ, പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. 49 അംഗങ്ങളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലെ ലോക്സഭയിൽ നിന്ന് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി 46 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്ന് 49 അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ലോക്സഭയിൽ നിന്ന്. അങ്ങനെ ലോക്സഭയിൽ നിന്ന് മാത്രം ഈ സഭാ കാലയളവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 95ആയി. രാജ്യസഭയിൽ 46 പേരും സസ്പെൻഷനിലാണ്. ഈ സമ്മേളന കാലയളവിൽ 141 അംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പാർലമെന്റ് അതിക്രമം ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ സസ്പെൻഷനിലായത് 141 അംഗങ്ങളാണ്. ഇതെല്ലാം പ്രതിപക്ഷ നിരയിൽ നിന്നാണ്. ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇതിൽ കേരളത്തിൽ നിന്ന് അടൂർ പ്രകാശ്, ഒപ്പം തന്നെ കെ സുധാകരൻ, ശശി തരൂർ, സമദാനി എന്നിങ്ങനെ 4 എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുള്ള എംപിമാർ അടക്കമുള്ളവർ ലോക്സഭയിലും രാജ്യസഭയിലും. സുരേഷ് എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, തുടർച്ചയായ സസ്പെൻഷനുകളാണ്. 140-ന് മുകളിൽ എംപിമാർ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അസാധാരണമായ സാഹചര്യമാണോ സഭയിൽ? തീർച്ചയായിട്ടും പാർലമെന്ററി ജനാധിപത്യത്തെ കുഴിച്ചുമൂടുന്ന, കുരുതി കൊടുക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അതിന് ലോക്സഭാ സ്പീക്കർ കൂട്ടുനിൽക്കുകയാണ്. ഞങ്ങള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ന്യായമായ ആവശ്യമാണ് ഉന്നയിച്ചത്. ലോക്സഭയിൽ നടന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സഭയിൽ വന്ന് അംഗങ്ങളോട് സംസാരിക്കണമെന്നുള്ളതാണ്. അത് സ്പീക്കറുടെ മാത്രം അധികാരപരിധിയിൽ വരുന്ന ഒന്നല്ല പാർലമെന്റിൽ സംഭവിച്ചത്. മറിച്ച് പാർലമെന്റ് ലോക്സഭയ്ക്കകത്ത് നടന്ന സംഭവങ്ങളുടെ ഗൂഢാലോചന ലോക്സഭയ്ക്ക് പുറത്ത്, അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബിജെപിയുടെ എംപിയാണ് പാസ് കൊടുത്തത് എന്നുള്ളത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ എടുക്കുന്ന നടപടികളെ മാത്രം പോരാ, ആഭ്യന്തര വകുപ്പിന് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണം. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം നടത്തണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം അത് ന്യായമാണ്, യുക്തമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ ഗവൺമെന്റോ സ്പീക്കറോ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ ലോക്സഭ രാജ്യസഭ അംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. പക്ഷെ അതിന്റെ പേരിൽ ലോക്സഭയിൽ പ്രതിഷേധിക്കുന്നതിന്റെ പേരിൽ, രാജ്യസഭയിൽ പ്രതിഷേധിക്കുന്നതിന്റെ പേരിൽ മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങളെയും പുറത്താക്കുക എന്നുള്ളത് തീർച്ചയായും അത് ജനാധിപത്യത്തിന് കുരുതി കൊടുക്കുന്ന ഒരു നിലപാടാണ്. ഞങ്ങൾ മാത്രം മതി, പ്രതിപക്ഷം വേണ്ട, ഞങ്ങൾക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഒരു ധിക്കാരത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ ഭാഷയിലാണ് മോഡി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് കൂട്ടുനിൽക്കുകയാണ് രാജ്യസഭാ അധ്യക്ഷനും അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കറും. ശരി, കൊടിക്കുന്നിൽ സുരേഷ് എം പിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. രാകേഷ്, അതാണ് വലിയ ആക്ഷേപം, വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ സർക്കാർ ഈ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങളിൽ വഴങ്ങുന്നുമില്ല. വരും ദിവസങ്ങളിലും സമാനമായി തന്നെ ആകുമോ സ്ഥിതിഗതികൾ? സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന 2 ആവശ്യങ്ങൾ: ഒന്ന്, ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തണം; 2, സസ്പെൻഷനിലായ അവരുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കണം. ഇതായിരുന്നു ഇന്നലെ പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യം. പക്ഷേ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തിയില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടി കൂടുതൽ അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അപ്പോൾ സർക്കാരിന്റെ നിലപാട് അക്കാര്യത്തിൽ വ്യക്തമായിരുന്നു. അതായത് ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഇന്നലെ കൂടുതൽ നടപടിയിലേക്ക് പോയത്. ലോക്സഭയിൽ മാത്രമല്ല, രാജ്യസഭയിലും ഇന്നലെ അത്തരത്തിലുള്ള നിലപാടാണ്
സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. കാരണം ഇന്നലെ ആദ്യഘട്ടത്തിൽ രാജ്യസഭയിൽ ഒരംഗവും ലോക്സഭയിൽ 13 പേരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്നലെ ലോക്സഭയിൽ മാത്രം 33, ലോക്സഭയിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ ഇന്നലെ 46ആയി. രാജ്യസഭയിലും സമാനമായ രീതിയിൽ 45 അംഗങ്ങളെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ 2 സഭകളിലുമായി 92 അംഗങ്ങൾക്ക് സസ്പെൻഷനിലേക്ക് വന്നു. പക്ഷേ പ്രതിപക്ഷം കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു. കാരണം സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ, പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അതിക്രമം നടക്കുന്നു. ആ അതിക്രമത്തിൽ പാർലമെന്റിൽ തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രസ്താവന നടത്തേണ്ടത്, അല്ലാതെ സഭയ്ക്ക് പുറത്തല്ല. അക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ട നിലപാടിലായിരുന്നു പ്രതിപക്ഷം. എന്ത് നടപടി ഉണ്ടായാലും ഇന്ന് പ്രതിഷേധം തുടരുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് സഭ സമ്മേളിച്ച ഉടൻ തന്നെ പ്രധാനമന്ത്രി സഭയിൽ വരണം, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി വിഷയത്തിൽ പ്രസ്താവന നടത്തണമെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടുത്തളത്തിലിറങ്ങിയത്. അതിനുശേഷം 2 തവണ 11 മണിക്കും സഭ തടസ്സപ്പെട്ടു, 12 മണിക്കും സഭ തടസ്സപ്പെട്ടു, 12:30 വീണ്ടും സഭ സമ്മേളിച്ച ഉടൻ തന്നെയാണ് ഈ അച്ചടക്ക നടപടി ചെയർ വായിക്കുകയും 49 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഇനി സഭാ സമ്മേളനം അവസാനിക്കാൻ അവശേഷിക്കുന്ന 3 ദിവസമാണ്. വെള്ളിയാഴ്ച പാർലമെന്റ് വിന്റർ സെഷൻ, ശൈത്യകാല സമ്മേളനം അവസാനിക്കും. സ്വാഭാവികമായും അതുവരെ സസ്പെൻഷനിലാണെങ്കിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്നും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. മാത്രവുമല്ല, പാർലമെന്റിനകത്ത് അവശേഷിക്കുന്ന അംഗങ്ങളുടെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം. കാരണം പ്രതിപക്ഷ ബ്ലോക്ക് എന്ന് പറയുന്നത് തന്നെ പാർലമെന്റിനകത്ത് 133 അംഗങ്ങളാണ്. അതിൽ തന്നെ 95 അംഗങ്ങൾ സസ്പെൻഷനിലായി. മാത്രവുമല്ല, മറ്റ് ചില അംഗങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതെ നിൽക്കുന്ന കക്ഷികളാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രതിഷേധം എന്ന കാര്യങ്ങളടക്കം അറിയേണ്ടതുണ്ട്. ഏതായാലും പാർലമെന്റിന് പുറത്ത് പ്രധാന കവാടത്തിലും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ സർക്കാർ നടപടി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഡെമോക്രസിയല്ല നമോക്രസിയാണ് നടക്കുന്നതെന്ന വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലം ഇപ്പോഴുമുണ്ട്. ഒപ്പം ഭരണപക്ഷമാകട്ടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നുമില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൂടി ടെലിഫോൺ ലൈനുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല സർക്കാർ. എന്താണ് ഇനിയുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം? നാളെ രാവിലെ 9:30 മണിക്ക് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം ഇന്ത്യ മുന്നണിയുടെ യോഗം കൂടുന്നുണ്ട്. ഈ 2 യോഗങ്ങൾക്ക് ശേഷം മാത്രമേ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെയും ഭാവി പരിപാടികളെ കുറിച്ചുള്ള തീരുമാനം അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ 17ാം ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പൊ 100-ലധികം പാർലമെന്റ് മെമ്പർമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ സസ്പെൻഷൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ഹീനമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിക്ക് അമിത്ഷായ്ക്കും തീരെ വിശ്വാസമില്ലാതായിരിക്കുന്നു. അവർ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം അഡോപ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഒരുപക്ഷെ ഈ 2024 ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ അവസാനത്തെ പാർലമെന്ററി ജനാധിപത്യമുള്ള തെരഞ്ഞെടുപ്പ് ആയിക്കൂടുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നുവരെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു പ്രധാനമന്ത്രിമാരും കൈക്കൊള്ളാത്ത ജനാധിപത്യ വിരുദ്ധമായ സ്വേച്ഛാധിപത്യത്തിൽ അധിഷ്ഠിതമായ തീരുമാനമാണ് ശ്രീ നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇതുകൊണ്ട് അവരുടെ വായടപ്പിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. മാത്രമല്ല, ഇന്ത്യൻ പീനൽ കോഡിനെ കുറിച്ചും ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെ കുറിച്ചും അതുപോലെ തന്നെ എവിഡൻസ് ആക്ടിനെ കുറിച്ചും ഒക്കെ ഉള്ള നിർണായക ബില്ലുകൾ പാർലമെന്റിൽ വരുമ്പോൾ പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ആ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനാവില്ല. കാരണം അതിരൂക്ഷമായ വിമർശനം അടിച്ചുവിടും. അത് ജനമധ്യത്തിലേക്ക് എത്തുമെന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആരും തന്നെ സഭയിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഇത്ര കൂട്ടത്തോടെയുള്ള സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. ശരി, നന്ദി രാജ്മോഹൻ ഉണ്ണിത്താൻ. ശ്രീ NK പ്രേമേന്ദ്രൻ MP ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പ്രേമേന്ദ്രൻ, കുറച്ച് ദിവസങ്ങളായി സമരത്തിലാണ് പ്രതിപക്ഷം. പക്ഷേ കൂടുതൽ സസ്പെൻഷനുകൾ ഉണ്ടാകുന്ന സാഹചര്യം, ഇത് അസാധാരണമായ ഒരു സാഹചര്യമായി മാറുന്നുണ്ടോ സഭയിൽ?
സാധാരണ സാഹചര്യത്തെ അസാധാരണ സാഹചര്യമാക്കി മാറ്റിയെടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. കാരണം ഞങ്ങൾ വളരെ മിനിമം ആവശ്യം മാത്രമാണ് ഉന്നയിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന നിലയിൽ പാർലമെന്റിനകത്തുണ്ടായിട്ടുള്ള അതിക്രമത്തെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ അമിത്ഷാ സഭയിൽ വിശദീകരിക്കണമെന്നുള്ള കേവലമായിട്ടുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അതിന് തയ്യാറാകാതെ സഭയിൽ പോലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഹാജരാകാതെ സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോടും വിവിധ സമ്മേളനങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുകയും പാർലമെന്റ് നോക്കുകുത്തിയാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സത്യത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. നിഷ്പ്രയാസം ഗവൺമെന്റ് പരിഹരിക്കാൻ കഴിയുമായിരുന്നൊരു വിഷയത്തെ അവർ ബോധപൂർവമായി സംഘർഷഭരിതമാക്കി മാറ്റിത്തീർത്തതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായിട്ടുള്ള 3 ക്രിമിനൽ നിയമങ്ങൾ, ഗുരുതരമായ അപാകതകളും വീഴ്ചകളുമുള്ള 3 നിയമങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്ത് പാസ്സാക്കാനിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ആ ബില്ലുകൾ പാസ്സാക്കാനുള്ള നീക്കം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. അപ്പൊ ആ അബദ്ധജടിലമായിട്ടുള്ള നിയമം സഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ പൊതുമണ്ഡലത്തിൽ അത് എത്തും, അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിന്റെ ശ്രദ്ധയിൽ വരുമെന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ആ ബില്ലുകൾ ചർച്ച കൂടാതെ പാസ്സാക്കിയെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കൂട്ട സസ്പെൻഷൻ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു സംഘർഷവും സഭയ്ക്കകത്ത് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മാസീവായി അംഗങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലൂടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ജനവിരുദ്ധ നിയമങ്ങൾ പാസ്സാക്കി എടുക്കുക എന്ന കൃത്യമായ പരിപാടിയാണ് BJPയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ബഹുജന വികാരം വളർത്തിക്കൊണ്ടുവരാനാണ് പ്രധാനമായും ഞങ്ങളും ഈ അവസരത്തിൽ ശ്രമിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ലോക്സഭയിലും രാജ്യസഭയിലും സഭാ നടപടികൾ തടസ്സപ്പെട്ടു. MP-മാർക്ക് കൂടുതൽ സസ്പെൻഷൻ ഉണ്ടാകുന്നു. 141 MP-മാരോളം പുറത്താകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അസാധാരണമായ സാഹചര്യമെന്നാണ് പ്രതിപക്ഷം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, ഇപ്പോഴും അവിടെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രത്തോളം MP-മാർ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താനും NK പ്രേമചന്ദ്രനും ഒക്കെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു സാഹചര്യമാണ്. സർക്കാർ തലത്തിലോ ഇപ്പോൾ ഇന്ത്യ മുന്നണി യോഗം ചേരുന്നുണ്ട്, BJPയുടെ കോർ കമ്മിറ്റിയുണ്ട്. ഈ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കാം എന്നാണ് സ്പീക്കർ അടക്കം കരുതുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഈ സമീപകാലത്തൊന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം 1989 രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇതിനു മുമ്പ് ഇത്രയധികം MP-മാരെ സസ്പെൻഡ് ചെയ്തത്. അന്ന് ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ നടപടി. അന്ന് 63 പേരെയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. CPM, ഒപ്പം തന്നെ ജനതാ കക്ഷികളിൽ നിന്നുള്ള അംഗങ്ങൾ തുടങ്ങി TDP തുടങ്ങിയ അംഗങ്ങളെയാണ് അന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അത് 3 ദിവസത്തേക്കായിരുന്നു സസ്പെൻഷൻ. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സസ്പെൻഷൻ ചില അംഗങ്ങൾക്ക് ഈ സമ്മേളന കാലയളവ് അവസാനിക്കുന്നത് വരെയാണ്. മറ്റു ചില അംഗങ്ങൾക്ക് ലോക്സഭയിൽ 3 പേർക്കും രാജ്യസഭയിൽ 11 പേർക്കും ഈ പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നത് വരെയാണ് സസ്പെൻഷൻ. അതായത് പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 മാസത്തെ സാവകാശമുണ്ട്. അതുവരെ ഈ സസ്പെൻഷൻ നീളുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ MP-മാർ അസാധാരണ നടപടി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ MP-മാർ പ്രതിഷേധിക്കുന്നത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലല്ല, ഇത് പാർലമെന്റ് പ്രധാന കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ MP-മാരുടെ പ്രതിഷേധം നടക്കുന്നത്. കേരളത്തിലുള്ള MP-മാർ അടക്കമുള്ളവർ ആ ദൃശ്യങ്ങളിൽ കാണാം. രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും ഒപ്പം തന്നെ കവാടത്തിന് മുന്നിലും പ്രതിഷേധം തുടരാൻ തന്നെയായിരിക്കും തീരുമാനം. സർക്കാരാകട്ടെ ഈ സഭാ സമ്മേളനം 22-ാം തീയതി അവസാനിക്കും. സ്വാഭാവികമായും മറ്റ് ചില ബില്ലുകൾ പാസ്സാക്കിയെടുക്കേണ്ടതുണ്ട്. ആ ബില്ലുകൾ എത്രയും വേഗം പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണെങ്കിലും ആ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. രഞ്ജിത്ത്, ശരി. ഇന്ത്യ മുന്നണി യോഗം ഇന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, MK സ്റ്റാലിൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കുന്നതിനാണ് യോഗം ചേരുക. സീറ്റ് വിഭജനത്തിന് പുറമെ മറ്റ് പ്രധാന വിഷയങ്ങളിലും ചർച്ച നടക്കും. പാർലമെന്റ് അതിക്രമവും പ്രതിപക്ഷ MP-മാരുടെ സസ്പെൻഷന്റെയും പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയാവും.
പ്രളയക്കെടുതിയിൽ തമിഴ്നാട്. തെക്കൻ തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. തിരുനെൽവേലി തൂത്തുക്കുടി റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ട്രാക്ക് വെള്ളത്തിൽ മുങ്ങിയതോടെ ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ ട്രെയിനിലെ യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയെ പ്രളയക്കെടുതിയിലാക്കി തമിഴ് ജനതയെ ദുരിതത്തിലോട്ട് ആഴ്ത്തിയ സംഭവത്തിൽ നിന്നും ജനം സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിന് മുൻപ് തന്നെ വീണ്ടും തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ വലിയ ഒരു പ്രളയക്കെടുതി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് തിരുനെൽവേലി തൂത്തുക്കുടി പോലുള്ള ജില്ലകളിൽ ഇപ്പോൾ 10,000-ലധികം പേരെയാണ് രക്ഷാപ്രവർത്തനം മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ജില്ലകൾ ഇന്നലെ രാത്രി മുതൽ ഈ 2 ജില്ലയിലും മഴ അല്പം കുറഞ്ഞിട്ടുള്ളത് ഉണ്ട് എന്നത് ആശ്വാസമാണ്. ഇതുവരെ 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 2 ജില്ലകളിലും പല പ്രദേശങ്ങളും ദ്വീപ് പോലെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിനോ NDRF-നോ അതേപോലെ സന്നദ്ധ സംഘടനകൾക്കോ എത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. എങ്കിൽ പോലും തീവ്ര ശ്രമത്തിലാണ്. ബോട്ട് മൂലം ഹെലികോപ്റ്റർ മൂലമെല്ലാം രക്ഷാപ്രവർത്തനം ഇവിടെ തുടർന്ന് നടന്നു വരികയാണ്. അതേപോലെ തൂത്തുക്കുടി ജില്ലയിലെ ശ്രീവൈകുണ്ഠത്ത് മെനഞ്ഞാന്ന് രാത്രി തിരുച്ചെന്തൂർ എക്സ്പ്രസ് ശ്രീവൈകുണ്ഠം ഒരു ദ്വീപ് പോലെ റെയിൽവേ സ്റ്റേഷൻ പെട്ടതിനാൽ വെള്ളത്തിനടിയിലായ ചുറ്റുമുള്ള ഗ്രാമങ്ങളും വെള്ളത്തിനടിയായതിനാൽ ഈ യാത്രക്കാരുൾപ്പെടെ 500 യാത്രക്കാർ ഉൾപ്പെടെ ഈ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവരെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മൂലം രക്ഷിക്കുവാനുള്ള തീവ്രശ്രമം നടന്നു വരികയാണ്. ഹെലികോപ്റ്റർ മൂലം ഇന്ന് രാവിലെ അവർക്ക് ഭക്ഷണ പൊതികൾ എറിഞ്ഞു കൊടുക്കുകയുണ്ടായി. അതേപോലെ ട്രെയിനിലുള്ള മുതിർന്നവർ, ഗർഭിണികൾ, കുട്ടികൾ ഇവരെ ഹെലികോപ്റ്റർ മൂലം മോചിപ്പിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രികളിൽ എത്തിക്കാനുള്ള തീവ്രശ്രമവും നടന്നു വരുന്നു. അതേപോലെ വാഞ്ചിമണിയാച്ചി എന്ന സ്ഥലത്ത്, അതായത് ശ്രീവൈകുണ്ഠത്തു നിന്ന് 38 കിലോമീറ്റർ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ നിന്ന് റോഡ് മാർഗമോ അതേപോലെ വള്ളങ്ങളിലോ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന യാത്രക്കാരെ അവിടെ വസതികളിലേക്ക്, സ്വന്തം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. അതുപോലെ 13 തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സും ഈ വാഞ്ചിമണിയാച്ചി എന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും റോഡ് മാർഗമോ അതേപോലെ വള്ളങ്ങളിലോ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഈ യാത്രക്കാരെ അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള തീവ്ര ശ്രമവും ഇപ്പോൾ തുടർന്ന് നടന്നു വരുന്നു. ഇവർക്ക് അത്യാവശ്യ ചികിത്സ ആവശ്യപ്പെടുന്ന ഈ യാത്രക്കാരെ ഹെലികോപ്റ്റർ മൂലം ആശുപത്രികളിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും നടന്നു വരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോൾ ചെന്നൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നുണ്ട്. തമിഴ്നാടിൻ്റെ ഈ പ്രളയക്കെടുതിക്ക് വേണ്ട ഫണ്ട് ആവശ്യപ്പെട്ട്, കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും വീണ്ടും തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ വലിയ നാശനഷ്ടം സൃഷ്ടിച്ച മഴ ഇപ്പോൾ പല ഭാഗങ്ങളിലും ആയിരക്കണക്കിന് ജനങ്ങളെ ദുരിതത്തിലായി ആഴ്ത്തിയിരിക്കുകയാണ്. സജയ് കുമാറാണ് റിപ്പോർട്ട് ചെയ്തത്. മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കില്ല. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞു. അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 132.6 അടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിച്ചിരുന്നു. ഇന്നലെ 12,000 ക്യുസെക്സിലധികം വെള്ളമാണ് സെക്കൻഡിൽ ജലാശയത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ പെരിയാർ വനമേഖലയിലും വൃഷ്ടിപ്രദേശങ്ങളിലും മഴ കുറഞ്ഞതോടെ നീരൊഴുക്കും കുറഞ്ഞു. നിലവിൽ 2608 ക്യുസെക്സ് വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്.
തമിഴ്നാട് ടണൽ മാർഗം കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും 256 ക്യുസെക്സായും കുറച്ചു. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായെങ്കിൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പെരിയാറിലേക്ക് ഒഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇടുക്കിയിലെ ചെറുകിട അണക്കെട്ടുകളായ ഇരട്ടയാറും കുണ്ടളയും പരമാവധി സംഭരണ ശേഷിയിലേക്ക് അടുക്കുകയാണ്. ഇരട്ടയാറിൽ 749 മീറ്ററും കുണ്ടളയിൽ 1758.45 മീറ്ററുമാണ് ജലനിരപ്പ്. മാട്ടുപ്പെട്ടി, പൊന്മുടി, ആനയിറങ്കൽ ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കിയിലേക്കുള്ള നീരൊഴുക്കിലും വർധനവുണ്ട്. 2365.02 അടിയാണ് നിലവിലെ ജലനിരപ്പ്. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 15 അടിയോളം കുറവാണ് ഇടുക്കിയിലെ നിലവിലത്തെ ജലനിരപ്പ്. ന്യൂസ് 18 ഇടുക്കി. ചൈനയിൽ വൻ ഭൂചലനം. ഗാൻസു പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിൽ 111 പേർ മരിച്ചു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 200-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ആഘാതം രേഖപ്പെടുത്തിയതായും അധികൃതർ പറഞ്ഞു. ഗാൻസു, കിങ്ഹായ് പ്രവിശ്യകളിലാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. കൊച്ചി ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. 3-ാം തവണയാണ് വർഗീസ് EDക്ക് മുന്നിലെത്തുന്നത്. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വർഗീസ് പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 10:30 MM വർഗീസ് ഹാജരായത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്നു. ഇത് 3-ാം തവണയാണ് MM വർഗീസിനെ വിളിച്ചു വരുത്തുന്നത്. കഴിഞ്ഞ തവണ നോട്ടീസ് നൽകിയപ്പോൾ നവകേരള യാത്ര അടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെ 10:30 ഹാജരാകാൻ സമൻസ് നൽകുകയും ഇന്ന് ഹാജരാകുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് അന്വേഷണത്തോട് കൃത്യമായിട്ട് തന്നെ സഹകരിക്കുന്നു എന്നാണ് MM വർഗീസ് പറയുന്നത്. നേരത്തെ ED നൽകിയ കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പലരും തന്നെ MM വർഗീസ് ഉൾപ്പെടെയുള്ളവർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് CPMന് ഇവിടെ പ്രാദേശിക നേതൃത്വത്തിന് 5ഓളം അക്കൗണ്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു കരുവന്നൂർ ബാങ്കിൽ. ഈ അക്കൗണ്ടുകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ രീതിയിലൊരു അന്വേഷണം വേണം. അതുകൊണ്ട് ഇതിന്റെ വസ്തുതകൾ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ അക്കൗണ്ടുകളെ സംബന്ധിച്ചോ ഇതിൽ വന്നിരിക്കുന്ന ഇടപാടുകളെ സംബന്ധിച്ചോ യാതൊന്നും MM വർഗീസ് പറഞ്ഞിരുന്നില്ല. ഇത് സംസ്ഥാന നേതൃത്വത്തോട്, പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് അന്വേഷിക്കുക എന്ന മറുചോദ്യമാണ്, ഉത്തരമാണ് MM വർഗീസ് നൽകിയിരുന്നത്. അതുകൊണ്ടാണ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഇതിൽ വളരെ നിർണായകമായ 2 പേർ മാപ്പുസാക്ഷികളാകാൻ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. CPMുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന് പറയപ്പെടുന്നവർ തന്നെയാണ് ഇതിൽ മാപ്പുസാക്ഷികളാകാൻ അപേക്ഷ നൽകിയിട്ടുള്ളത് എന്നതും CPMനെ കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുന്നുണ്ട്. ബാങ്കിന്റെ മുൻ സെക്രട്ടറിയായ സുനിൽകുമാർ, മാനേജർ ബിജു കരിമൻ എന്നിവരാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇവരാണ് ഈ ബാങ്കിലെ ഇടപാടുകൾ സംബന്ധിച്ച് മറ്റ് അക്കൗണ്ട് വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ EDക്ക് നൽകിയതെന്നാണ് സൂചനയുള്ളത്. എന്തായാലും ഇതെല്ലാം തന്നെയും CPMനെ കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുന്ന രീതിയിലേക്കാണ് അന്വേഷണത്തിന്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത്. ഒപ്പം ഇന്ന് മറ്റ് 2 പേർ കൂടി ഹാജരായിട്ടുണ്ട്. MP രാജുവും അതോടൊപ്പം തന്നെ പീതാംബരനുമാണ് ഇന്ന് ഹാജരായിട്ടുള്ളത്. 2 പേരും CPMുമായെല്ലാം വളരെ അടുപ്പം പുലർത്തുന്നു. പീതാംബരൻ നേരത്തെ കരുവന്നൂർ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. MP രാജു ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് CPM പ്രവർത്തകർ തന്നെയാണ്. ഇത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക്, അന്വേഷണം കൂടുതൽ പേരിലേക്ക് എത്തുന്നു എന്നതിന് വളരെ വ്യക്തമായ സൂചനകൾ തന്നെയാണ്. എന്തായാലും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഡാനി പോളാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസ് തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി തയ്യാറാക്കിയതായി കമ്മീഷൻ അറിയിച്ചു. ശക്തമായ നടപടി വേണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിൽ വ്യാജ കാർഡ് ഉപയോഗിക്കാൻ സാധ്യതയെന്ന് കമ്മീഷൻ പറയുന്നു. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് നടത്തിയ അന്വേഷണത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃത്യമായി അറിയിച്ചിരുന്നു. ആ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചതിന് ശേഷമാണ് മ്യൂസിയം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ആ പരാതിന്മേലാണ് ഇപ്പോൾ
മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ആ പശ്ചാത്തലത്തിൽ മറ്റ് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ആ തിരിച്ചറിയൽ കാർഡുകൾ, വ്യാജമായി നിർമ്മിച്ച തിരിച്ചറിയൽ കാർഡുകൾ അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസാണ് എന്ന് നേരത്തെ തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി നടപടികളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കാനുള്ളത് ഇനി ഒരു കാര്യം മാത്രമാണ്. നിലവിൽ ഈ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 5 പേർ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആ കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത തുടരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്നും തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KPCC നേതൃത്വത്തിൽ DGP ഓഫീസ് മാർച്ച് 23-ന്. KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർക്ക് പുറമെ മുഴുവൻ UDF MP-മാരും പങ്കെടുക്കും. മണ്ഡലം പ്രസിഡന്റുമാർക്ക് മുകളിലേക്കുള്ള മുഴുവൻ നേതാക്കളും പ്രതിഷേധ പരിപാടിയുടെ ഭാഗമാകണമെന്നാണ് KPCCയുടെ നിർദ്ദേശം. IPL-ൽ താരലേലം. IPL-ൽ താരലേലം ദുബായിൽ ആരംഭിച്ചു. 333 കളിക്കാരാണ് ലേലത്തിന്റെ അന്തിമ പട്ടികയിൽ. ജിയോ സിനിമയിൽ ലേലം തത്സമയം കാണാം. താരലേലം ആരംഭിച്ചു. മലയാളികളായ 10 താരങ്ങൾ ലേലത്തിന്റെ സാന്നിധ്യമാണ്. വിദേശ ഇന്ത്യൻ താരങ്ങളടക്കം 333 താരങ്ങൾ ലേലത്തിൽ പങ്കെടുക്കുന്നു. ഏറ്റവും കൂടുതൽ പണം കൈവശമുള്ളത് ഗുജറാത്ത് ടൈറ്റൻസിനാണ്. 33 കോടിയോളം രൂപ അവർക്കിന്ന് ചിലവഴിക്കാം. അങ്ങനെ കോടികൾ മറിയുന്ന താരലേലത്തിന് ആദ്യമായാണ് IPL ലേലം ഇന്ത്യക്ക് പുറത്ത് നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ കോടികൾ മറിയുന്ന താരലേലത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് ദുബായിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ലേലം ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഏതു ഘട്ടത്തിലാണ്? രജിത്ത്, താരലേലം ആരംഭിച്ചിരിക്കുന്നു. ആദ്യം തന്നെ ഹാരി ബ്രൂക്കിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 4 കോടി രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് ഹാരി ബ്രൂക്കിനെ സ്വന്തമാക്കിയത്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് റോമാൻ പവലിനെ 7 കോടി 40 ലക്ഷം രൂപയ്ക്ക് റോമാൻ പവലിനെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിന് വേണ്ടിയുള്ള താരലേലം വിളിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 6 കോടി 80 ലക്ഷം രൂപയ്ക്കാണ് ഹൈദരാബാദ് ട്രാവിസ് ഹെഡിനെ ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സും ട്രാവിസ് ഹെഡിനായി ആദ്യ തുടക്കത്തിൽ മുതൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സും ഹൈദരാബാദും ലേലം വിളി ആരംഭിക്കുകയായിരുന്നു. തുടക്കത്തിൽ ചെന്നൈ ഒരു മേൽക്കൈ നേടും ട്രാവിസ് ഹെഡിനെ, അതായത് ചെന്നൈ നിരയിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ട്രാവിസ് ഹെഡിനെ എത്തിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് ഓപ്പണിംഗ് നിരയിൽ മികച്ചൊരു താരത്തിനെ ആവശ്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ലോകകപ്പിൽ സമീപകാലത്ത് ട്രാവിസ് ഹെഡ് കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനമുണ്ട്. അതൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് മികച്ചൊരു തുകയ്ക്ക് 6 കോടി 80 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ട്രാവിസ് ഹെഡിനെ ഹൈദരാബാദ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റീവ് സ്മിത്തിന് വേണ്ടിയുള്ള താരലേല വിളിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2 കോടി അടിസ്ഥാന വിലയാണ് സ്റ്റീവ് സ്മിത്തിന് ഇരിക്കുന്നത്. ഈ ലോകകപ്പിലൊക്കെ തന്നെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചെങ്കിൽ പോലും തന്നെ ഓസ്ട്രേലിയൻ താരം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒപ്പം തന്നെ T20-ലായാലും തന്നെയും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് സ്റ്റീവ് സ്മിത്ത്. സ്റ്റീവ് സ്മിത്തിനായി നിലവിൽ മുംബൈ, കിങ്സ് 11 പഞ്ചാബ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവർ തന്നെ സ്റ്റീവ് സ്മിത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് ടീമിലേക്കാണ് സ്റ്റീവ് സ്മിത്ത് പോകുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ഏതായാലും 2 കോടി അടിസ്ഥാന വിലയാണ് സ്റ്റീവ് സ്മിത്തിന് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ IPL-ൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സ്റ്റീവ് സ്മിത്തിന് സാധിക്കുകയും ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സ്റ്റീവ് സ്മിത്ത് ഏത് ടീമിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും നിലവിൽ 3 പേരെയാണ് ഇതിനോടകം 3 പേരുടെ ലേലം വിളിയാണ് നടന്നത്. അതിൽ 3 പേരിൽ ഒരാൾ ഡൽഹി ക്യാപിറ്റലിലേക്കും ഒപ്പം തന്നെ ഒരാൾ രാജസ്ഥാൻ റോയൽസിലേക്ക്. ഇപ്പോൾ ലഭ്യമാകുന്ന വാർത്തകൾ അനുസരിച്ച് സ്റ്റീവ് സ്മിത്ത് അൺസോൾഡ് ആയിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ്. 2 കോടി അടിസ്ഥാന വിലയുള്ള മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സ്റ്റീവ് സ്മിത്തിനെ ആർക്കും വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഒരു ടീമും സ്റ്റീവ് സ്മിത്തിനായി രംഗത്തെത്തിയില്ല എന്നുള്ളതാണ്. നിലവിൽ മനീഷ് പാണ്ഡെ, ഇന്ത്യൻ താരം മനീഷ് പാണ്ഡെ അടിസ്ഥാന വില 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപയ്ക്ക് മനീഷ് പാണ്ഡെ ഏത് ടീമിലേക്ക് പോകുമെന്നുള്ളതാണ്. നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിലും ഒപ്പം തന്നെ
കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൊക്കെ തന്നെ കളിച്ചിട്ടുള്ള താരമാണ്. മികച്ച രീതിയിൽ IPL തന്നെ മികച്ച എക്കോണമി റൺ റേറ്റ് സ്ട്രൈക്ക് റേറ്റ് ഉള്ള ബാറ്റ്സ്മാൻ കൂടിയാണ് മനീഷ് പാണ്ഡെ. അത്തരത്തിൽ 170 മാച്ചസ് IPL കളിച്ചിട്ടുണ്ട്. 3808 റൺസിനോടകം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും താരം ഈ IPL സീസണിലുടനീളം അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനീഷ് പാണ്ഡെയെ 50 ലക്ഷം രൂപയാണ് അടിസ്ഥാന വില. ഏത് ടീം ആണ് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അല്പസമയത്തിന് മുമ്പ് സ്റ്റീവ് സ്മിത്തിനാണ് വേണ്ടിയുള്ള താരലേലമായിരുന്നു നടന്നതെങ്കിൽ പോലും ഒരു ടീമും മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനെ ടീമിലെത്തിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സ്റ്റീവ് സ്മിത്ത് ആദ്യമായി IPL നിന്ന് പുറത്താകുന്നു എന്നുള്ളതാണ്. മനീഷ് പാണ്ഡെയും അൺസോൾഡ് ആയിരിക്കുന്നു. ഒരു ടീമും മനീഷ് പാണ്ഡെയ്ക്ക് വേണ്ടി ലേലം വിളിക്കാൻ എത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. മനീഷ് പാണ്ഡെയും ഈ IPL ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ട്രാൻസ്ഫർ ജാലകം വഴിയോ അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ടീമിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എങ്കിൽ പോലും തന്നെ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിരിക്കുന്നു. എന്തായാലും തുടക്കത്തിൽ ആരംഭിച്ചിരിക്കുന്ന ലേലം ഇപ്പോൾ ഒരു ഇടവേളയിലേക്കാണ് പോകുന്നത്. നിലവിൽ 5 പ്ലേയേഴ്സിനെയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിൽ 3 പേരെ ടീം സ്വന്തമാക്കിയിരിക്കുന്നു. അതിൽ ആദ്യം ലേലം വിളിക്കാൻ എത്തിയത് ഹാരി ബ്രൂക്കിനായിരുന്നു. ഹാരി ബ്രൂക്ക് 4 കോടി രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് ടീമിലെത്തിച്ചത്. രണ്ടാമത് ട്രാവിസ് ഹെഡ് ഹൈദരാബാദ് 6.80 കോടി രൂപയ്ക്കാണ് ട്രാവിസ് ഹെഡിനെ ഹൈദരാബാദ് ടീമിലിടം നേടിയത്. ഒപ്പം തന്നെ റോഹൻ പവലിനെ രാജസ്ഥാനാണ് 7.40 കോടി രൂപ മുടക്കിയാണ് റോഹൻ പവലിനെ രാജസ്ഥാൻ ടീമിലെത്തിച്ചിരിക്കുന്നത്. അത്തരത്തിൽ 3 പേരെ മാത്രമാണ് ഇപ്പോൾ ഈ 5 പേരിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട 5 പേരിൽ 3 പേരെ ടീം അംഗങ്ങൾ എടുത്തിരിക്കുന്നു. മറ്റ് 2 പേർ സ്റ്റീവ് സ്മിത്തും ഒപ്പം തന്നെ മനീഷ് പാണ്ഡെയും അൺസോൾഡ് ആയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്. മനീഷ് പാണ്ഡെയും സ്റ്റീവ് സ്മിത്തും അൺസോൾഡ് ആയിരിക്കുന്നു. പ്രധാനപ്പെട്ട ട്രാവിസ് ഹെഡ് അടക്കമുള്ള 3 താരങ്ങളെ ടീമുകൾ ലേലത്തിലെടുത്തിരിക്കുന്നു. ഹാരി ബ്രൂക്ക്, ട്രാവിസ് ഹെഡ് അടക്കമുള്ള 3 താരങ്ങളെ ലേലത്തിലെടുത്തിരിക്കുന്നു. ട്രാവിസ് ഹെഡിന് 6.8 കോടി രൂപയുടെ ബമ്പർ അടിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യവകുപ്പ് ഉച്ചയ്ക്ക് 2:30 ഓൺലൈനായി യോഗം ചേരും. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തും. ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഐശ്വര്യ അനിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഐശ്വര്യ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡുമായി ബന്ധപ്പെട്ട ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. 200-ന് മുകളിൽ കേസുകളായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് ആരോഗ്യവകുപ്പിന്റെ ഒരു വിലയിരുത്തൽ? സംസ്ഥാനത്തെ കോവിഡ് കേസുകളിൽ കുറവുണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 227 അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാജ്യത്താകെ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 288 അതിൽ 227 പേരും സംസ്ഥാനത്ത് നിന്നുള്ളതാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ആകെ നിലവിൽ 1749 ആക്ടീവ് കേസുകൾ ഉണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. ഈ കോവിഡ് ലക്ഷണങ്ങളോടെ എത്തുന്ന എല്ലാവരും തന്നെ പരിശോധന നടത്തണം എന്നുള്ള ഒരു കാര്യമാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ജനിതക വ്യതിയാനം പരിശോധിക്കാൻ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് ഈ കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ പോലും കൃത്യമായ പരിശോധന, അതായത് കഴിഞ്ഞ അവധി ദിവസങ്ങളായതുകൊണ്ടാണ് ഈ കോവിഡ് കേസുകൾ അല്ലെങ്കിൽ പരിശോധനകൾ കുറവുണ്ടായത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കോവിഡ് കേസുകൾ സാധാരണ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷ നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസത്തെ കണക്ക് കുറവാണ്. അത് എന്തായാലും പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിരവധി പേർ പനി ബാധിച്ചെത്തുന്നുണ്ടെങ്കിൽ പോലും അവർ കോവിഡ് പരിശോധന നടത്തുന്നത് കുറവാണ്. അതുകൊണ്ട് കൃത്യമായ കണക്കറിയാൻ സാധിക്കുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഈ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30 ഓൺലൈനായിരിക്കും യോഗം ചേരുക. സംസ്ഥാനത്ത് കോവിഡ് സാഹചര്യം അല്ലെങ്കിൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യം വിലയിരുത്തുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഒപ്പം ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുക്കുന്ന യോഗമാണ്. ആ യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി സംസ്ഥാനത്തെ ഈ കോവിഡ് സാഹചര്യം കൃത്യമായി വിശദീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാസ്ക് നിർബന്ധമാക്കി കർണാടക. 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് മാസ്ക് നിർബന്ധമാക്കിയത്. അതിർത്തി ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു. വയനാട് വാകേരിയിൽ ഭീതി വിതച്ച കടുവ ഇനി തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ. കടുവയുടെ മുഖത്ത് പരിക്കുള്ളതിനാൽ ആദ്യം ചികിത്സ നൽകും. അതിനുശേഷമായിരിക്കും ഐസൊലേഷൻ ക്യൂബിക്കിലേക്ക് മാറ്റുക.
ഇന്നലെ ഉച്ചയോടെയാണ് വാഗേരി കോളനി കവലയിൽ സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. ആദ്യം കൂപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിൽ എത്തിച്ച കടുവയെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് പുലർച്ചെ പുത്തൂരിലെത്തിച്ചത്. കൂപ്പാടി വന്യമൃഗ പരിപാലന കേന്ദ്രത്തിൽ 7 കടുവകൾക്കുള്ള കൂടുകളുണ്ട്. WWL 45 കൂടി എത്തിയതോടെ എണ്ണം 8ആയി. ഈ സാഹചര്യത്തിലാണ് കടുവയെ പുത്തൂരിലേക്ക് മാറ്റിയത്. ഇപ്പോൾ തൽക്കാലം കടുവ സ്ക്വീസ് കേജിൻ്റെ ഉള്ളിലാണുള്ളത്. വൂണ്ടിൻ്റെ മുഖത്തൊരു ഇഞ്ചുറി ഉണ്ട്. മുറിവിൻ്റെ വ്യാപ്തിയും ആഴവും ഒക്കെ നമ്മൾ നോക്കിയ ശേഷം പഴുപ്പുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ബേസിക് ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ കൊടുക്കും. ആൻറ്റിബയോട്ടിക്സും വൂണ്ട് ക്ലീനിങ്ങും ഒക്കെയാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഒരു ദിവസം അതിൻ്റെ സ്ട്രെസ്സൊക്കെ മാറിയ ശേഷമായിരിക്കും നമ്മൾ കൂടുതൽ വിശദമായ ട്രീറ്റ്മെൻറ്റിലേക്കും ഇതിലേക്കൊക്കെ പോകുന്നത്. അതിന് ശേഷമാണ് ബാക്കി ഡിസിഷൻസ് എല്ലാം എടുക്കുള്ളൂ. അമ്പലപ്പുഴയിൽ മദ്യലഹരിയിൽ KSRTC ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും പോലീസിനെയും ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ CPM പ്രവർത്തകരെ പ്രതിയേർത്ത് പോലീസ്. H. സലാം MLAയുടെ പേഴ്സണൽ സ്റ്റാഫും അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗവുമായ അജ്മൽ ഹസൻ, DYFI മേഖലാ സെക്രട്ടറി അജ്വാദ് എന്നിവരെയാണ് പുതുതായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ അമ്പലപ്പുഴ പോലീസിൽ നിന്നും കേസ് മാറ്റിയിരുന്നു. ഡിസംബർ 3 രാത്രി 11:15 സംഭവം. CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് എസ് കുട്ടി, അജ്മൽ എന്നിവരുടെ നേതൃത്വത്തിൽ KSRTC ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെയും യാത്രക്കാരെയും മർദ്ദിക്കുകയായിരുന്നു. പിടിച്ചുമാറ്റാനെത്തിയ പോലീസുകാർക്കും മർദ്ദനമേറ്റു. CPM പ്രവർത്തകരുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും അമ്പലപ്പുഴ പോലീസ് പ്രശാന്തിനെ മാത്രമാണ് കേസിൽ പ്രതി ചേർത്തത്. പോലീസുകാരെ ഉൾപ്പെടെ മർദ്ദിച്ച കേസിൽ അന്വേഷണം നേരായ വഴിക്കല്ലെന്ന ആരോപണം വകുപ്പിനുള്ളിൽ തന്നെ പരാതിയുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ അന്വേഷണം നോർത്ത് CI രാജേഷിന് നൽകിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉത്തരവിടുകയായിരുന്നു. സംഭവം നടന്ന് 16 ദിവസത്തിന് ശേഷമാണ് MLAയുടെ പേഴ്സണൽ സ്റ്റാഫിനെ അടക്കം പ്രതി ചേർക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതിയായ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം ചേർന്ന ആലപ്പുഴ ഏരിയ കമ്മിറ്റി 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. അജ്മലിനെതിരെ നടപടിയെടുക്കാത്തത് നേതാക്കന്മാരുടെ ഇടപെടൽ മൂലമാണെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അജ്മലിനൊപ്പം പ്രതി ചേർക്കപ്പെട്ട അജ്വാദ് DYFI പുറക്കാട് മേഖലാ സെക്രട്ടറിയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഷർട്ടിന്റെ ബട്ടൺസിനുള്ളിൽ ഒളിപ്പിച്ച് കിടത്തിയ സ്വർണം പോലീസ് പിടികൂടി. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ബിഷറത്ത് അറസ്റ്റിലായി. ഷർട്ടിന്റെ ബട്ടൺസിനുള്ളിൽ ഒളിപ്പിച്ച ശേഷം ഷർട്ട് ബാഗേജിൽ മറ്റു വസ്ത്രങ്ങൾക്കൊപ്പം വെക്കുകയായിരുന്നു. കസ്റ്റംസിനെ വെട്ടിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണമാണ് പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയത്. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. ഉച്ചവരെ 45,000 പേരാൾ പോലീസിന്റെ കണക്കിൽ മല കയറി. വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, തുടർച്ചയായ ദിവസങ്ങളിൽ തിരക്കാണ്. ഇന്ന് കുറച്ചുകൂടി തിരക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മണിക്കൂറുകൾ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ട പശ്ചാത്തലമുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ശബരിമലയിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. ഉച്ചവരേക്കും ഏതാണ്ട് 45,000-ലധികം അയ്യപ്പന്മാർ 18-ാം പടി ചവിട്ടിയെന്നാണ് കണക്ക് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെയും അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെട്ടവരൊക്കെ സന്നിധാനത്ത് ദർശനം നടത്തിയത് രാവിലെ 9 മണിയോടെയാണ്. അത്രമാത്രം വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. രാവിലെ പമ്പയിൽ നിന്നും ഭക്തരെ കയറ്റിവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഉച്ചയോടെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഉച്ചയോടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ തടസ്സമില്ലാതെ കടത്തിവിടുന്ന ഒരു നിലയാണ് ഉള്ളത്. രാവിലെ തടയുന്നതിന് പ്രധാനപ്പെട്ട കാരണം തലേദിവസം രാത്രി സന്നിധാനത്ത് അയ്യപ്പന്മാർ മടങ്ങിയതിനു ശേഷമേ മറ്റുള്ളവരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ നിയന്ത്രണത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി, നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടില്ലാതെ തടസ്സമില്ലാതെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മരക്കൂട്ടത്തിന് ശേഷം ക്യൂ കോംപ്ലക്സിൽ ചിലപ്പോൾ അല്പസമയം കാത്തിരിക്കേണ്ടി വരും. മറ്റെവിടെയും തടസ്സങ്ങളില്ല എന്നതാണ് ഉച്ചയ്ക്ക് നമുക്ക് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്ന കാര്യം. ഇതിനിടെ സന്നിധാനത്ത് പോലീസിന്റെ പുതിയ ബാച്ച് സ്ഥാനമേറ്റു. മുൻ ബാച്ചിലെ പകുതി അംഗങ്ങളെ 2 ദിവസം കൂടി നിലനിർത്തിയതിനു ശേഷം പകുതി പേരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി. മണ്ഡലപൂജ സമയത്ത് കൂടുതൽ പോലീസ് സന്നിധാനത്തുണ്ടാകുമെന്ന് സന്നിധാനം പോലീസ് സെക്യൂരിറ്റി ഓഫീസർ KS സുദർശൻ IPS ന്യൂസ് 18 പറഞ്ഞു.
സന്നിധാനത്ത് പോലീസിന്റെ പുതിയ ബാച്ച് ചാർജ് എടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഇവിടുത്തെ SO ആയിട്ടുള്ള സുദർശൻ IAS ആണ്. സർ, പുതിയ ബാച്ച് ഇപ്പോൾ ചാർജ് എടുത്തു കഴിഞ്ഞു. എത്ര പേരാണ് ഇതിലുള്ളത്? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഇവിടെ 1250ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 50% ഏതാണ്ട് 750ഓളം ഉദ്യോഗസ്ഥരെ നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്യും. ബാക്കി വരുന്ന ആളുകളെ 21-ാം തീയതി മറ്റ് ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അവരെയും ചേഞ്ച് ചെയ്യുന്നത്. എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് അവർക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്നത്? അല്ല, ഇവിടെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സേവനമാണ് പോലീസ് ശബരിമല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അയ്യപ്പന്മാരോട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കൊണ്ട് മാക്സിമം അവർക്ക് വേണ്ട എല്ലാ ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു വളരെ നല്ല ഒരു ജോലി ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശമാണ് അവർ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച മുമ്പുണ്ടായ വിവാദങ്ങളൊക്കെ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ പോലീസിന്? സമ്മർദ്ദമൊന്നും അങ്ങനെയില്ല, പക്ഷേ ഇതൊരു ടഫായിട്ടുള്ള ഡ്യൂട്ടിയാണ്. കാരണം അത്രയും തിരക്ക്, ഇന്നും 90,000, നാളെ 90,000 ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരക്കുള്ള സമയമായതുകൊണ്ട് പിന്നെ വളരെ കോർഡിനേഷൻ റൂട്ടാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തൊഴാൻ ദർശനത്തിന് സാധ്യമാകുന്നു എന്നുള്ളതാണ്. പുതിയ ബാച്ചുള്ള ആളുകൾ ഇതുവരെ പൊരുത്തപ്പെടാനുള്ള സമയം എടുക്കില്ലേ? അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇവരെ ഇവിടുന്ന് മാറ്റുമ്പോൾ തന്നെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏതാണ്ട് ഒരു 8 മണിക്കൂറോളം അവരുടെ കൂടെ നിന്നിട്ടാണ് ഇവരെ മാറ്റുന്നത്. അപ്പോഴേക്കും അവർക്ക് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൂടാതെ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ കൃത്യമായിട്ട് അവർക്ക് ബ്രീഫിങ്ങും അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ പോയിന്റും ഒരുപോലെ പ്രധാനമാണ്. എന്നാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എവിടെയാണ് കണക്കാക്കുന്നത്? അല്ല, ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മരക്കൂട്ടാണ്. കാരണം അവിടെ പിന്നെ ഒരു ദുർഘടമായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അവിടെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ബാക്കി ഇപ്പോൾ എല്ലാം ഒരു സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ്. 18-ാം പടിയിൽ എങ്ങനെയാണ് അതിൻ്റെ നിയന്ത്രണങ്ങൾ? 18-ാം പടിയിൽ ഇപ്പോൾ ശരാശരി 4,200ഓളം ആളുകളാണ് ഒരു മണിക്കൂറിൽ 18-ാം പടി കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 14 ഉദ്യോഗസ്ഥരെ 18-ാം പടിയിലും പിന്നെ 10 ഉദ്യോഗസ്ഥരെ അതിന് താഴെയും മുകളിലുമായിട്ട് ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ എല്ലാ 20 മിനിറ്റ് കൂടുമ്പോഴും അവരെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ആ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. മണ്ഡലപൂജയ്ക്ക് കൂടുതൽ ഫോഴ്സ് ഡിപ്ലോയ് ചെയ്യുമോ? മണ്ഡലപൂജയ്ക്ക് കുറച്ചും കൂടെ ഫോഴ്സിനെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാണെങ്കിലും നല്ലൊരു മണ്ഡലകാലമാണല്ലോ. എങ്ങനെയാണ് സാറിന് ഇതുവരെയുള്ള അനുഭവം? ഞാൻ പല പ്രാവശ്യം ഇവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചൊരു ടഫായിട്ടുള്ള സമയമാണ്. എങ്കിലും നല്ല ഫുൾ ടൈം ഇൻവോൾവ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അയ്യപ്പന്മാർക്ക് പരമാവധി നല്ല സേവനങ്ങൾ, മികച്ച പെരുമാറ്റം അല്ലേ? പോലീസിന് അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അവർക്ക് ഏറ്റവും ദുരിതം കുറച്ചുകൊണ്ട് തൊടുന്നതിനും ദർശനം കിട്ടുന്നതിനുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ജോലി ചെയ്യുന്നത്. എന്നാണെങ്കിലും പുതിയ സേന ഇവിടെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി മണ്ഡല പൂജയ സമയത്ത് കുറെ കൂടി ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യും. ഭക്തർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ഇതോടെ ഉറപ്പാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പോലീസ് മേധാവി പങ്കുവയ്ക്കുന്നത്. KP സനേഷിനൊപ്പം CVN മോദ്, ന്യൂസ് 18. സന്നിധാനത്ത് വേറിട്ട കാഴ്ചകൾ പലതുണ്ട്. ഒടുവിൽ കണ്ടു അമ്മമാരുടെ ഒരു കൂട്ടായ്മയെ. അവർക്ക് പറയാൻ സ്വന്തമായൊരു ഹ്രസ്വചരിത്രവുമുണ്ട്. നാലമ്മമാർ അയ്യനെ തൊഴാൻ തുടരെ 7-ാം വർഷം. ഞങ്ങളും 7 പേര് ഒരുമിച്ച് 7 വർഷം കൊണ്ട് വരുന്നു. കഴിഞ്ഞ 6 വർഷവും 7 പേർ ഒരുമിച്ചായിരുന്നു. ഇത്തവണ 3 പേർ പല കാരണങ്ങളാൽ ഒഴിവായി. ഒരാൾക്ക് ഒരു മരണമായിപ്പോയി, പിന്നെ ഒരാൾ വന്നില്ല. പിന്നെ ബാക്കി ഞങ്ങൾ 4 പേരും, എൻ്റെ മരുമകളുടെ അമ്മയും ഇന്ന് എൻ്റെ മോനും വന്നു, മോനും കുഞ്ഞും വന്നു. അവർ 3 പേരും മുമ്പിലില്ല, തിരക്കിൽ മുമ്പേ പോയി. ഇത്രയും ദുരിതം ഇതാദ്യം. പക്ഷേ ക്ഷീണം അറിഞ്ഞതേയില്ല. നിന്ന് കാര്യം കൈയും കളിച്ചെന്നുള്ളതേ ഉള്ളൂ. പാവം ശബരിമലയിലെ പോലീസുകാർ. സത്യമാണ്, നമുക്കും അവരെ പോലുള്ള മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, അവർക്ക് എന്തോ കൊടുത്താൽ മതിയാവും. അടുത്ത തവണയും ഒന്നിച്ചു മല കയറി തൊഴുതിറങ്ങണമെന്നാണ് ഇവർക്കാഗ്രഹം.
ക്യാമറമാൻ സുമേഷ് മൊറാഴിക്കൊപ്പം VS കൃഷ്ണരാജ്, ന്യൂസ് 18 ശബരിമല. കേക്ക് മുറിച്ചും നൃത്തം ചെയ്തും കുട്ടികളുടെ ക്രിസ്തുമസ് ആഘോഷം. കൊട്ടാരക്കര വിമലാംബിക LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. ചുവന്ന വസ്ത്രം ധരിച്ചും കേക്ക് മുറിച്ചും നൃത്തം ചെയ്തുമായിരുന്നു ക്രിസ്മസ് ആഘോഷം. സ്കൂൾ മുറ്റം നിറയെ കുഞ്ഞു സാന്റോക്ലോസും മാലാഖമാരും ആട്ടിടയന്മാരുമൊക്കെ നിറഞ്ഞതോടെ കാഴ്ചകൾ കൗതുകമായി. ക്രിസ്തുമസ് സന്ദേശം നൽകുന്ന ബൈബിൾ കഥാസന്ദർഭങ്ങളെ ആധാരമാക്കി വിദ്യാർത്ഥികൾ സ്കിറ്റുകളും അവതരിപ്പിച്ചു. പരിപാടിക്ക് ശേഷം കേക്കുകൾ മുറിച്ച് മധുരം പങ്കുവച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കും പ്രമുഖ ഫിൻടെക് സ്ഥാപനവുമായ റേഡിയന്റ് എസ്മണിയും കൈകോർക്കുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇരു സ്ഥാപനം കരാറിലേർപ്പെട്ടിരിക്കുന്നത്. അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുന്ന UPI ATM സേവനങ്ങൾക്കും എസ്മണി ഇതോടൊപ്പം തുടക്കം കുറിച്ചു. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഇസാഫിന്റെ ബിസിനസ് കറസ്പോണ്ടന്റായി എസ്മണി പ്രവർത്തിക്കും. അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനും സാധിക്കും. ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ, വിവിധ റീചാർജുകൾ, ബിൽ അടവുകൾ തുടങ്ങിയവയും ഇതോടൊപ്പം ലഭ്യമാകും. റീറ്റെയിൽ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം, ഉപഭോക്താക്കൾക്ക് കൂടുതൽ സേവനങ്ങളും ഉറപ്പാക്കാനാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5710, പവന് 45,680, വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3432. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി